Hello guys, welcome back to my channel Journey Through Abhi. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാല്യൂസ് ആൻഡ് വേരിയബിൾസ്. എന്താണ് വേരിയബിൾസ്, എന്താണ് വാല്യൂസ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ട് നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞത്. ആ ഫോൾഡറിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് VS കോഡ് നോക്കുക. ദെൻ ജസ്റ്റ് റൺ ചെയ്യുന്നുണ്ടോ നോക്കി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ നോക്കി ഓക്കെ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ അതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെക്കുക, കമൻറ്റോ ഡിലീറ്റ് ചെയ്ത് വെക്കുക. ദെൻ ന്യൂ ക്ലാസ്സിൽ അപ്പോൾ ന്യൂ ആയിട്ട് തുടങ്ങുക. ഫസ്റ്റ് വാല്യൂ എന്താ നോക്കുക. വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് പീസ് ഓഫ് ഡാറ്റ. വാല്യൂ എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് ഡാറ്റ. വാല്യൂ ഇസ് എ പീസ് ഓഫ് ഡാറ്റയാണ്. ഓക്കെ, വാല്യൂ ഇസ് എ പീസ് ഓഫ് ഡാറ്റ. വാല്യൂ എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് ഡാറ്റയാണ്. എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ലെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള യൂണിറ്റാണ് വാല്യൂ. വാല്യൂ എന്ന് പറയുന്നത് ലൈക്ക് നെയിം ഒരു വാല്യൂ. ലെറ്റ് നെയിം ഈക്വൽ ടു അബി. ഈ നെയിം അബി എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. ലൈക്ക് അമേസിങ് ഒരു വാല്യൂ ആണ്. 45 + 44 + 3 ഇതൊരു വാല്യൂ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൂടിയിട്ട് ഇതിനൊരു സം ഉണ്ടാവില്ലേ, ഈ സമ്മാണ് ഒരു വാല്യൂ ആണ്. ഓക്കെ, ലൈക്ക് ഈ സം 92 അല്ലേ ഉള്ളത്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് ഒന്നിക്കൽ ഒരു പീസ് ഓഫ് ഡാറ്റ ആവാം, അല്ലെങ്കിൽ ഡാറ്റാസ് തന്നെ പക്ഷേ ഡിഫറെൻറ്റ് വാല്യൂസ് കൂടി ചേർത്ത് ഒരു വാല്യൂവിലേക്ക് മാറുന്നതിന് വാല്യൂസ് എന്ന് പറയും. എക്സാമ്പിൾസ് ആണ് ഈ നെയിം കൊടുക്കുന്ന ഇത് വാല്യൂ ആണ്. 45 + 44 + 3 ഇത് എല്ലാം ഈ മൂന്ന് വാല്യൂസ് കൂടി ഒരു വാല്യൂവിലേക്ക് മാറുന്നുണ്ട്. അതാണ് 92 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണ്. ഈ നെയിം ഒരു വാല്യൂ ആണ്. ലൈക്ക് നെയിം ഒരു വാല്യൂ ആണ്. നമ്പർ ഒരു വാല്യൂ ആണ്. ഇതിൽ അമേസിങ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. ഇത് മൂന്നും കൂട്ടിയിട്ട് 92 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. ദെൻ അബി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതൊരു വാല്യൂ ആണ്. 23 ഒരു വാല്യൂ ആണ്. വാല്യൂ എന്ന് പറയുന്നത് സ്ട്രിങ്സ് ഓർ നമ്പേഴ്സ് ഓർ എനിത്തിങ്, എനി ഡാറ്റ ക്യാൻ ബി എ വാല്യൂ. ഓക്കെ, ബൂളിയൻ ആവാം. ഇപ്പോൾ നമ്മൾ console.logൻ്റെ ഉള്ളിൽ ലൈക്ക് ബൂളിയൻ വാല്യൂസ് കൊടുക്കുന്നത്. ബൂളിയൻ വാല്യൂസ് ഒന്നും പഠിപ്പിച്ചില്ല, ജസ്റ്റ് പറയാം. ട്രൂ ഓർ ഫോൾസ് ആണ് ബൂളിയൻ വാല്യൂസ്. either ട്രൂ ഓർ ഫോൾസ്, ഏതെങ്കിലും ഒന്നാ ആൻസർ ഉണ്ടാകും. ട്രൂ ഇതൊരു വാല്യൂ ആണ്. ഈ ട്രൂ എന്ന് പറയുന്നത് വാല്യൂ ആണ്. സോ വാല്യൂ ഒന്നും കൂടി പറയാം. വാല്യൂ എന്ന് പറയുന്നത് പീസ് ഓഫ് ഡാറ്റയാണ്. ഒരു ഡാറ്റയുടെ ചെറിയൊരു ഭാഗം ഇതാണ്. ഇത് ഫുള്ളായിട്ടൊരു ഡാറ്റയാണ്. സോ ഈ ഡാറ്റയുടെ ചെറിയൊരു ഭാഗമാണ് വാല്യൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് വാല്യൂസ്. ദെൻ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ്. വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ടെയ്നറാണ് വേരിയബിൾ. വേരിയബിളിൽ ഒരു ടൈപ്പ് ഡാറ്റാസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ആൻഡ് വേരിയബിൾ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ വൺ ടൈപ്പ് ഓഫ് ഡാറ്റ. ഓക്കെ, ഒന്നിക്ക് അറേ ആവാം, സ്ട്രിങ് ആവാം, നമ്പർ ആവാം, ബൂളിയൻ ആവാം, എനിത്തിങ്. വേരിയബിളിൽ ഒരു ടൈപ്പ് ഡാറ്റാസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. പിന്നെ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് വേരിയബിളാണ്. ഈ വാല്യൂസ് എല്ലാം നോക്കിക്കോ. ഈ അമേസിങ് തന്നെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഈ JS എന്ന് പറഞ്ഞ വേരിയബിൾ. ഇതാണ് വേരിയബിൾ കേട്ടോ. ഇത് വേരിയബിൾ നെയിമാണ്. console.log ഇവിടെ വേരിയബിൾസ് ഇല്ല. ഈ നെയിമും JS ആണ് വേരിയബിൾ ഇവിടെ. ഇതിനകത്ത് JSൻ്റെ വാല്യൂ എന്താണ്? അമേസിങ്. സോ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് വേരിയബിളിലേക്കാണ്. ഓക്കെ, വേരിയബിൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് മുമ്പ് ഈ വേരിയബിളിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യാന്ന് വെച്ചാൽ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ല, നമ്മളതിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ. ഓക്കെ, ശരിക്കും ഇത് ഈക്വൽ ടു അല്ല, ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഈക്വൽ ടു എന്ന് പറയുന്നത് ഇതാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ ഇൻ പ്രോഗ്രാമിംഗ്. ഓക്കെ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് വാല്യൂസിൽ വേരിയബിൾസിലേക്ക് ആഡ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. ലെറ്റ് ഫസ്റ്റ് നെയിം ഈക്വൽ ടു അഭിനവ്,
നോക്കി. ഓക്കെ, ഇങ്ങനെയാണ് വേരിയബിളിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യുക. ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്, ഇതാണ് വാല്യൂസ്, ഇതാണ് വേരിയബിൾസ്, ഇങ്ങനെയാണ് അസൈൻ ചെയ്യുക വാല്യൂസ് വേരിയബിൾസിലേക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോക്സിൽ സം കൈൻഡ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. ഒബ്ജക്ട്സ് ലൈക്ക് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ബുക്സ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആ ബുക്ക് എടുക്കണ്ടെങ്കിൽ നമ്മൾ ആ ബോക്സിന് ഒരു ലാബിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ റൂമിൽ ഇപ്പോൾ ഒരു ബുക്സ് ഉണ്ടെന്ന് എനിക്ക്. ഈ ബുക്സ് എന്ന് വെച്ചാൽ ഒന്ന് കഥ ബുക്കാവാം, ഒന്ന് കവിതയാവാം, ഒന്ന് സാഹിത്യമാകാം, ലൈക്ക് സംതിങ് എനിത്തിങ് റിലേറ്റഡ് ടു ദാറ്റ്, ഏതെങ്കിലും ഒരു ബുക്കാവാം. ഞാനത് എൻ്റെ കഥ ബുക്ക് ഞാൻ ഒരു ബോക്സിൽ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് കഥ ബുക്ക എന്ന് എഴുതി വെക്കുന്നത്. അടുത്ത കവിതകൾ ഒരു ബോക്സിൽ വെച്ചിട്ട് ഞാൻ അതിൽ കവിതകളാണ് പറഞ്ഞിട്ട് എഴുതുന്നത്. അതുപോലെ സാഹിത്യ ബുക്ക് ഒരു ബോക്സിൽ വെച്ചിട്ട് അതിൽ സാഹിത്യങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എപ്പോഴെങ്കിലും എനിക്കിപ്പോൾ നിങ്ങളോ എൻ്റെ വേറെ ആരെങ്കിലും വന്ന് എന്നോട് വരുന്നത് എനിക്ക് കഥ ബുക്കൊന്ന് എടുത്ത് തരും. അങ്ങനെ ആവുകയാണ് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അത് ഓൾറെഡി ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കഥ ബുക്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് വേഗം പോയിട്ട് ആ ലാബിൽ നോക്കിയിട്ട് ഇതിൽ കഥ ബുക്കുകളുടെ 3 ബോക്സ് ഉണ്ടാവില്ല, ആ 3 ബോക്സിൽ ഏതാണോ എനിക്ക് വേണ്ട ബോക്സ്, കഥ ബുക്സ് അല്ലേ വേണ്ടേ. സോ കഥ ബുക്കുള്ള ലാബിൽ നോക്കി നമുക്ക് ആ ബോക്സിൽ നിന്ന് ആ ബുക്ക് എടുക്കാം. സോ ഇതാണ് വാല്യൂസും വേരിയബിളും തമ്മിലുള്ള. ഇതിൽ വാല്യൂസ് എന്ന് പറഞ്ഞൊരു ബുക്സും വേരിയബിൾ എന്ന് പറഞ്ഞൊരു ആ ഒരു ബോക്സും. സോ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഒരു വേരിയബിളിലാണ്, ആ ബോക്സിലാണ്. എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ ഒരു ലേബൽ വെച്ചിട്ട് വേരിയബിളിൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഫസ്റ്റ് നെയിമിൽ ഉദ്ദേശിക്കുന്നത് ഒരു ആദ്യത്തെ പേരായിരിക്കും, അത് വാല്യൂ എന്തായിരിക്കും, അഭിനവ് എൻ്റെ പേര്, നിങ്ങളുടെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യും. ഓക്കെ, അതിന് ഫസ്റ്റ് നെയിം എന്തായിട്ടും ഒരു ഫസ്റ്റ് നെയിം ആയിരിക്കും, ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് സെക്കൻഡ് നെയിമോ ലാസ്റ്റ് നെയിമോ ആയിരിക്കും ഉണ്ടാവും. സോ നമുക്ക് അതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു ലേബൽ വെച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ് വേണ്ടി എടുക്കുകയും കൂടി ചെയ്യാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നെയിം കാണുന്നുണ്ട് അഭിനവ് എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ഈ വാല്യൂ എപ്പോൾ വേണ്ടിക്കും നമുക്ക് എടുക്കാം, ലൈക്ക് അതിൻ്റെ ലേബൽ വെച്ച് നെയിം വെച്ച് വേരിയബിൾ നെയിം വെച്ചിട്ട് നമുക്ക് ആ വാല്യൂ എപ്പോൾ വേണ്ടിക്കും ആക്സസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് 2-3 പ്രാവശ്യം ആക്സസ് ചെയ്യണമെന്നായിരിക്കും. ഇപ്പം ഞാൻ ഈ വേരിയബിളിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, എന്താ പറയുക, ഞാൻ ഈ വേരിയബിൾ കൊടുത്തിട്ടില്ല. ഇത് ഇപ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെയിം അഭിനവ് എനിക്ക് ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഞാൻ 6 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യേണ്ടിരിക്കുന്നത് എന്ത് ചെയ്യുന്നത്, പല പ്രോഗ്രാമിങ്ങിൻ്റെ പല സ്ഥലത്തായിരിക്കും. ഇത് ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് പിന്നെ പ്രോഗ്രാമിൻ്റെ നടുക്കോട്ടത്തിൽ ഒന്നും കൂടി എനിക്ക് എൻ്റെ പേര് പ്രിൻറ്റ് ചെയ്ത് അങ്ങനെ ഡിഫറെൻറ്റ് സ്ഥലത്ത് എനിക്ക് എൻ്റെ പേര് ഒന്നും കൂടി പിന്നെയും പ്രിൻറ്റ് ചെയ്യണമെന്നിരിക്കും. അങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ എൻ്റെ വാല്യൂ എപ്പോഴും ഇങ്ങനെ കൊടുക്കുന്നത്, എൻ്റെ പേരെന്താണോ അത് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അതിങ്ങനെ കൊടുക്കുന്നത്. ഇപ്പോൾ സംടൈംസ് ഞാൻ എന്താ പറയുക, ഈ പ്രോഗ്രാം ചെയ്തവരുടെ പേരായിരിക്കും ഇവിടെ കൊടുക്കണ്ടേ. ഇപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഞാനാണ്. സോ ഇനി ഭാവിയിൽ വേറെ ആരെങ്കിലുമാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ ഈ എല്ലാ വാല്യൂസിൻ്റെ ഇടയ്ക്കും എന്താ പറയുക തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡ് ഉണ്ടാവും. ആ എല്ലാ കോഡിൻ്റെ ഇടയ്ക്കും എവിടെയൊക്കെയോ ഇങ്ങനെ പേര് കൊടുത്തിനോ ആ പേര് മാറ്റിയിട്ട് ജോൺ എന്നിട്ട് ഇങ്ങനെ എല്ലാ ഇടയ്ക്കും മാറ്റണം. ചില സമയം നമ്മൾ ഇതേപോലെ മാറ്റുമ്പോൾ ചില സമയം നമ്മൾ സ്കിപ്പായി പോകും. നമ്മൾ ഹ്യൂമൻസ് അല്ലേ, റോബോട്ട്സ് അല്ലല്ലോ. സോ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ സ്കിപ്പായി പോകും. ഇത് ഇവിടെ നമ്മൾ കൊടുക്കാൻ കിട്ടുമോ, ഇങ്ങനെ ഇവിടെയും നമുക്ക് എവിടെയൊക്കെ കോഡ് എഴുതിയത് നമുക്ക് ഒരിക്കലും പിന്നീട് നോക്കി തിരിച്ച് അറിയത്തുണ്ടാവില്ല. കാരണം ഞാൻ ചെയ്ത പ്രോഗ്രാം ഒരാൾ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ ഏതൊക്കെ ലൈൻസിലാണ് ഇങ്ങനെ ഞാൻ വാല്യൂസ് കൊടുത്തേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ ഒരു എററും ബഗ്സും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേരിയബിൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്തത്. ഇപ്പം നോക്കുക, ഞാൻ ഡയറക്റ്റ് വാല്യൂ കൊടുക്കുന്നതിന് പകരം അതിനെ റെഫർ ചെയ്യുന്ന വേരിയബിൾ നെയിം ഞാൻ കൊടുത്തത് ഫസ്റ്റ് നെയിം. ഓക്കെ, അത് ഞാൻ ഒരു 5 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തിരിക്കും. 5 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്ത് 5 പ്രാവശ്യം മതി. ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല പ്രോഗ്രാമർ മാറി മേടിക്കും. അപ്പോൾ പ്രോഗ്രാമറുടെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് അടുത്ത് ജോൺ വന്നു. ഇപ്പോൾ ജോൺ വന്നേരം എവിടെയൊക്കെയോ ഞാൻ എന്താ പറയുക വേരിയബിൾസ് ഉപയോഗിച്ചിനോ അവിടെയൊക്കെ ജോൺ ആയി. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൻ്റെ പല സ്ഥലത്തും ഞാൻ എനിക്ക് പ്രോഗ്രാമറുടെ പേര് നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. സോ ഞാൻ ആ വേരിയബിൾ നെയിമിൽ ഒരു സ്ഥലത്ത് മാറ്റുമ്പോഴേക്ക് ഈ ഓൾറെഡി എല്ലായിടയ്ക്കും ഈ പേര് മാറിയിട്ടുണ്ട്. സോ ഇതാണ് വേരിയബിളിൻ്റെ യൂസ്. വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാകും, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെയും ഈ ഒരു നെയിം വെച്ച് പിന്നെയും റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ്. പിന്നെ അസൈൻ ചെയ്യാനും പറ്റും ഡാറ്റാസ്. നമുക്ക് ആദ്യം അബി എന്നുള്ള ഡാറ്റ ഞാൻ ജോൺ എന്നുള്ള രീതിയിലേക്ക് മാറ്റി.
ഓക്കെ, നമുക്ക് ഡാറ്റേനെ റീഅസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നുള്ള ഡാറ്റ ഇത് ഫസ്റ്റ് നെയിം ഈക്വൽ ടു ജോൺ അല്ല, കണ്ടോ നമുക്ക് ഡാറ്റേനെ ഇങ്ങനെ റീഅസൈൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് വേരിയബിൾ. സോ ഗൈസ്, വേരിയബിൾ എന്താ വാല്യൂ ഉണ്ടാകും മനസ്സിലായിരുന്നു വിചാരിക്കുന്നത്. ഒന്നുകൂടി ജസ്റ്റ് ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് ഡാറ്റയാണ്, പീസ് ഓഫ് കോഡാണ്. അതിലെല്ലാത്തിലും ഒരു വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, ലൈക്ക് സ്ട്രിങ്സ് ആവാം, നമ്പേഴ്സ് ആവാം, ബൂളിയൻസ് ആവാം, എക്സെട്ര എനിത്തിങ് അറേ ആവാം, എന്തായാലും വാല്യൂസ് ഉണ്ടാവും. ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വേരിയബിൾസിലാണ്. വേരിയബിൾസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെയും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോഡിൽ പിന്നെയും റീയൂസ് ചെയ്യാൻ വേണ്ടി, പിന്നെ ചേഞ്ചസൊക്കെ ഒരിടത്തൊക്കെ ചെയ്യാൻ നമുക്ക് എല്ലാവിടേക്കും ചെയ്യാം. ഇപ്പോൾ വേരിയബിളിൻ്റെ വാല്യൂസ് മാറ്റിയാൽ എവിടെയൊക്കെ നമ്മൾ വേരിയബിൾ ഉപയോഗിച്ചാൽ ആ വേരിയബിൾസിനൊക്കെ വാല്യൂസ് ഡൈനാമിക്കലി ചേഞ്ച് ആവും. ഓക്കെ, അതാണ് വേരിയബിളിൻ്റെ ഒരു ഉപയോഗം. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് വേരിയബിളിലേക്ക് പിന്നെയും റീഅസൈൻ ചെയ്യാൻ പറ്റും. ആദ്യം അസൈൻ ചെയ്ത വാല്യൂ ഒരു ടൈം അങ്ങനെ രണ്ടാമത് റീഅസൈൻ ചെയ്തിട്ട് ആ റീഅസൈൻ ചെയ്ത വാല്യൂ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ വേരിയബിൾ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, റീയൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ പറയുക, ബഗ്സും എറേഴ്സൊക്കെ ഒഴിവാക്കി കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. താങ്ക് യു ഗൈസ്. ബൈ.